അച്ഛന്മാരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോ തെലുങ്ക് വെർഷൻ ഇറങ്ങി ആദ്യ പ്രദർശനം കഴിയുമ്പോൾ ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് തെലുങ്ക് ദേശത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷയിന് മുകളിലുള്ള ആ ഒരു ഹെവി പോസിറ്റീവ് തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഹിന്ദിയിൽ എവിടെ നിർത്തിയോ അതിന് മുകളിലേക്കാണ് സിനിമയുടെ ഇപ്പോഴത്തെ റെസ്പോൺസ് എന്ന് തന്നെ പറയാം. കൊടൂരമായിട്ടുള്ള റെസ്പോൺസിലേക്ക് തന്നെ സിനിമ കുതിക്കുകയാണ്. ഇന്ന് 300-ന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നും അഡീഷണൽ ഷോസ് ചാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം നേരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ബുക്ക് മൈ ഷോയിൽ 5500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. നമുക്കറിയാം ഈ ഒരു വർക്കിംഗ് ഡേയിലും കുതിച്ച് ഉയരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിന്ദിയിലും തെലുങ്കിലും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റെസ്പോൺസോട് കൂടി തന്നെ സിനിമ കുതിക്കുകയാണ്. ഹിന്ദി മേഖലയിൽ ഇന്നലെയും നേടിയത് 62 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. നമുക്കറിയാം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ്. പലരും സിനിമയ്ക്ക് പോകുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ ആഘോഷങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം നമുക്ക് ശരിക്കും കാണാനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. ഇന്നലെ വലിയ രീതിയിലുള്ള ഇടിവ് തന്നെയായിരുന്നു സിനിമയ്ക്ക്. പക്ഷേ ഹിന്ദിയിൽ അതിന് യാതൊരു കുറവുമില്ല. അത് കുതിച്ച് മുകളിലേക്ക് ഉയരുന്ന ഒരു കാര്യമാണ്. അതായത് 11-ാം ദിവസം 52 ലക്ഷം രൂപയായിരുന്നെങ്കിൽ 12-ാം ദിവസം 62 ലക്ഷം രൂപയിലേക്ക് കടന്നിരിക്കുന്നു. സാധാരണ അതിൻ്റെ താഴെ വരേണ്ട ഒരു കളക്ഷൻ അതിന് മുകളിലേക്ക് കയറുന്ന കാര്യം. ഇന്ന് തെലുങ്കിൽ തീ പടരുന്ന പോലെ തന്നെയാണ് സിനിമയ്ക്കുള്ള അഭിപ്രായം നേടിയിരിക്കുന്നത്. 300-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ സിനിമ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. എന്താണേലും അവിടെയും അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ സിനിമ 77 കോടി നേടിയതായി പ്രമുഖ ട്രാക്കർമാർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് കേരളത്തിൽ നിന്ന് മാത്രമായി 37 കോടി കടന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 35 കോടി നടന്നുവെന്നും ഹിന്ദിയിൽ നിന്ന് 3.5 കോടിയോളം എത്തിയെന്നും 3.36 ലക്ഷം രൂപ എത്തിയെന്നും അവർ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഉറപ്പാക്കാം, അതായത് സിനിമ 80 കോടിയും കടന്ന് 85 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ 100 കോടി പോസ്റ്റർ ഇറക്കാനായിരിക്കാം. അവർ 100-ഉം 200-ഉം ഒന്നും അല്ല ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പോസ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 100 കോടിയാണ്. 75 കോടി ഇന്ന് വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇതുവരെ കണ്ടില്ല. എന്തായാലും ഹിന്ദിയിൽ ആദ്യ ദിനം ആദ്യ ആഴ്ച 29 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ 8-ാം ദിവസം 25 ലക്ഷം രൂപയും 9-ാം ദിവസം 71 ലക്ഷം രൂപയും 10-ാം ദിവസം 1 കോടിയും 11-ാം ദിവസം 52 ലക്ഷം രൂപയും 12-ാം ദിവസം 62 ലക്ഷം രൂപയും നേടി. അങ്ങനെ 3 കോടി 37 ലക്ഷം രൂപയോളമാണ് സിനിമ ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. ഡേ 15-ാം ദിനം മുതൽ സിനിമയ്ക്ക് 500-ന് മുകളിൽ ഇനിയും ഷോകൾ ആഡ് ചെയ്യുന്നു ഹിന്ദിയിൽ മാർക്കോയ്ക്ക് എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ രാജ്യത്തും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു റിലീസ് വന്നിരിക്കുന്നു. ഹിന്ദി പതിപ്പ് ഇന്ന് GCCയിൽ റിലീസ് ചെയ്തിരിക്കുന്നു. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സിനിമ ഇന്നു മുതൽ ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാണാം. ഇതുവരെയുള്ള കളക്ഷൻ്റെ 3 ഇരട്ടി കളക്ഷനുമായി ഇന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടത്? നിങ്ങൾ ആരൊക്കെയാണ് ഈ ഉണ്ണി മുകുന്ദൻ ഫാൻസ്? ഇടിച്ച് കയറിവ എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് തകർത്തടിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.